വന്യജീവി ആക്രമണത്തിനും കാർഷിക മേഖലയിലെ തകർച്ചയ്ക്കും ബഫർ സോൺ വിഷയത്തിലും പരിഹാരമുണ്ടാക്കുക എന്ന ആവശ്യങ്ങൾ ഉയർത്തി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയ്ക്ക് പേരാവൂർ മണ്ഡലത്തിലെ കീഴ്പള്ളിയിൽ സ്വീകരണം നൽകി. രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. AICC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ ആദിവാസി സ്ത്രീയെ പുലി കടിച്ചു കൊലപ്പെടുത്തിയപ്പോൾ അവിടെ സന്ദർശനം നടത്താതെ കോഴിക്കോട് ബീച്ചിൽ പാട്ടുപാടി ആനന്ദനൃത്തമാടിയ വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രൻ സംസ്ഥാനത്തിന് ബാധ്യതയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രക്ഷിക്കാനുള്ള ഒരു പദ്ധതി എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് തയ്യാറാക്കുന്നില്ല? തമിഴ്നാട് ഗവൺമെന്റ് സ്വീകരിക്കുന്ന, കർണാടക ഗവൺമെന്റ് സ്വീകരിക്കുന്ന, മധ്യപ്രദേശിലും ഹിമാചൽ പ്രദേശിലെയും ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന മാതൃകകൾ പഠിച്ച് പ്രാദേശിക അടിസ്ഥാനത്തിൽ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്തുകളും ചേർന്ന് കർമ്മ പദ്ധതികൾ തയ്യാറാക്കി ജനങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണ്ടേ? എന്തുകൊണ്ട് ഇവരിത് ചെയ്യുന്നില്ല? മാത്രമല്ല, വന്യജീവികളെ ട്രാക്ക് ചെയ്യാനുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ട് വന്യമൃഗ അക്രമം കൊണ്ട് ജീവൻ കയ്യിൽ പിടിച്ച് ജീവിക്കുന്ന ഒരു ജനതയായി മലയോര ജനത മാറുകയാണ്. മനുഷ്യൻ ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു ഗവൺമെന്റിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനുവേണ്ടിയുള്ള ജനകീയ മുന്നേറ്റമാണ് ഈ മലയോര മേഖലയിലൂടെ നടത്തുന്ന ഈ ജാഥ. ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയും സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്, അഭിനന്ദിച്ചുകൊണ്ട് ഈ ജാഥയുടെ ഉദ്ഘാടന കർമ്മം ഇന്നത്തെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ജയ് ജയ്. മലയോരങ്ങളിൽ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയാണ്. ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വന്യമൃഗശല്യത്തിനെതിരെ സ്വീകരിച്ച നടപടികൾ പഠിച്ച് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കാൻ സംസ്ഥാനം തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ വനാതിർത്തികളിൽ താമസിക്കുന്ന പാവപ്പെട്ട കർഷകരുടെയും മലയോരത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെയും അവർ ദൈനംദിനം അനുഭവിക്കുന്ന ഗൗരവതരമായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു ജാഥയാണ് മലയോര സമരയാത്ര. അവരുടെ സങ്കടങ്ങളോട്, അവരുടെ ദുരിതങ്ങളോട്, ആ പ്രയാസത്തിൽ ജീവിക്കുന്നവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ, അവരുടെ ദുഃഖങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും കേരളത്തിന്റെ മുൻഗണനയിലെത്തിക്കാൻ ഭരിക്കുന്ന ഗവൺമെന്റുകളെ ജാഗ്രത ഉള്ളവരാക്കി മാറ്റി ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാനുള്ള നിരന്തരമായ സമര പരിപാടികളുടെ ഒരു തുടക്കം കൂടിയാണ് ഈ മലയോര സമരയാത്ര. ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയുന്നു. ഇരു സർക്കാരുകളിൽ നമ്മൾ നല്ല സമ്മർദ്ദം ചെലുത്തും, പരിഹാരങ്ങൾ ഉണ്ടാക്കാം. ആ പരിഹാരങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങളോടുള്ള വാക്കാണ് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അതെല്ലാം നടപ്പിൽ വരും. ഒരു സംശയവും വേണ്ട. ഇവിടെ വെറുതെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമല്ല നമ്മൾ പോകുന്നത്. ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പോകുന്നത്. നമുക്കറിയാം, നമ്മൾ വിശദീകരിച്ചു. ജീവിക്കാൻ നിവൃത്തിയില്ല, കൃഷി ചെയ്യാൻ നിവൃത്തിയില്ല, ഭീതിയാണ്, പുറത്തിറങ്ങാൻ പേടിയാണ്, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പേടിയാണ്, കരിയിൽ അരങ്ങിയാൽ പേടിയാണ്. ഈ ഭയത്തിലാണ് മലയോര ജനത ജീവിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു സിസ്റ്റർ എനിക്കൊരു നിവേദനം തന്നു. അവരുടെ മഠം ആറളം വന്യജീവി സങ്കേതത്തിന്റെ 15 കിലോമീറ്റർ ഇപ്പുറം ചെടിക്കുളത്താണ്. പക്ഷേ അവരുടെ മഠത്തിൽ മുഴുവൻ വന്യമൃഗങ്ങൾ, പന്നിയും കുരങ്ങുമാണ്. ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഒരു നിവേദനം എനിക്ക് തന്നു. ഇവിടെ കടുവറങ്ങിയെന്നാണ് പറഞ്ഞത് ഈ പഞ്ചായത്ത്. അപ്പൊ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്? എന്ത് ഭയന്നാണ് ജീവിക്കുന്നത്? വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയാൽ വീട്ടിലുള്ളവർക്ക് സമാധാനം ഉണ്ടാവുമോ? കൃഷി മുഴുവൻ പോയി. ഇപ്പൊ ഈ മലയോരത്ത് കിഴങ്ങ് കൃഷിയില്ല. പണ്ട് ഏറ്റവും പ്രധാനം കപ്പ, ചേന, ചേമ്പ്, അല്ലെ? അതൊന്നുമില്ല. എല്ലാം പന്നി മറിച്ചു. വാഴ ആന നശിപ്പിച്ചു. തെങ്ങില് കുരങ്ങൻ കയറി കാലുകേറിട്ടോണ്ട് പോകാൻ. പിന്നെ വന്നാൽ ഏത് മൃഗങ്ങൾ വന്നാലും അതെല്ലാം നശിപ്പിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. ചടങ്ങിൽ ഇബ്രാഹിം മുണ്ടേരി അധ്യക്ഷനായി. MLA മാരായ M. വിൻസെന്റ്, റെജി M. ജോൺ, അൻവർ സാദത്ത്, സണ്ണി ജോസഫ്, സജി ജോസഫ്,
UDF നേതാക്കളായ MM ഹസൻ, CP ജോൺ, രാജൻ ബാബു, അബ്ദുറഹ്മാൻ കല്ലായി, PT മാത്യു, മാർട്ടിൻ ജോർജ്, അപ്പു ജോൺ ജോസഫ്, സോണി സെബാസ്റ്റ്യൻ, അബ്ദുൽ കരീം ചെലേരി, ചന്ദ്രൻ തില്ലങ്കേരി, VA നാരായണൻ, സജീവ് മാറോളി, അമൃത രാമകൃഷ്ണൻ, MC സെബാസ്റ്റ്യൻ, ജിമ്മി അന്തിനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളെ വിധിക്ക് വിട്ട് ജീവിക്കാൻ ഇനി അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പരമ്പരാഗത മാർഗങ്ങളിലൂടെയും ശാസ്ത്രീയ സംവിധാനങ്ങളിലൂടെയും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറക്കുന്ന വന്യജീവികളെ പ്രതിരോധിക്കുന്നതിനു പകരം ജനങ്ങളെ വിധിക്ക് വിടാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയം അനുവദിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. 4 കൊല്ലമായി വന്യജീവി അക്രമത്തിനിരയാകുന്നവർക്ക് ₹1 പോലും ചിലവാക്കിയിട്ടില്ല. വന്യജീവി നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ കേന്ദ്രം തയ്യാറാകണം. ഇതിനായി സംസ്ഥാനത്തെ മുഴുവൻ UDF MPമാരും കേന്ദ്രത്തിൽ ശബ്ദമുയർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് നമ്മുടെ മലയോരത്ത് വന്യജീവികളുടെ ആക്രമണം മൂലം മലയോര ജനതയും കർഷകരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം. ഇവിടെ മലയോര പ്രദേശങ്ങളിൽ വന്യജീവി സംഘർഷം നടക്കുന്നു എന്നൊക്കെ പത്രങ്ങൾ എഴുതുന്നു. അവിടെ മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ സംഘർഷമില്ല. മലയോരത്തെ കൃഷിക്കാരെയും ജനങ്ങളെയും വന്യജീവികൾ ആക്രമിക്കുകയാണ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട്. അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്. വുഡ്മാർട്ട്. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, വാർഡ്രോബ് ആൻഡ് കോട്ട്, ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റനിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം. വുഡ്മാർട്ട്, എഡു റോഡ്, മാടത്തിയിൽ, ഇരട്ടി റോഡ്, മട്ടന്നൂർ.